സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ബുധനാഴ്ച നടക്കും. ദേശീയ സംസ്ഥാന രാഷ്ട്രീയ കക്ഷികൾ യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം. VP സഫ്വാൻ വിവരങ്ങൾ നൽകും. സഫ്വാൻ, പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണോ യോഗം ചേരുന്നത്? ദിവ്യ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കേണ്ട എല്ലാ നടപടികളും പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 29 ബുധനാഴ്ച രാവിലെ 11 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുള്ളത്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയ കക്ഷികൾ ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമം എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ടുള്ള സംവരണ നറുക്കെടുപ്പ് മാത്രമാണ്. ഈ 29 കൂടി അതും പൂർത്തീകരിക്കും. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിട്ടുള്ളത്. ഇതിനുശേഷം നവംബർ ആദ്യ വാരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി ഈ ഡിസംബർ 24 കഴിയും. അതുകൊണ്ട് തന്നെ 3 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഡിസംബർ 15 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഡിസംബർ 24 പുതിയ ഭരണസമിതി അധികാരത്തിലെത്തുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുടെ അന്തിമ രൂപം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. 2.84 കോടി വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. ബുധനാഴ്ചയാണ് യോഗം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ യോഗം ചേരാൻ പോകുന്നത്. VP സഫ്വാനാണ് വിവരങ്ങൾ നൽകിയത്.